طلابي السلام عليكم ورحمة الله وبركاته. فمرحبا بكم إلى فصل جديد. وأننا فهمنا عن أويس ووالده وفهمنا المسرحية. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഉവൈസിൻ്റെയും അവൻ്റെ ഉസ്രത്ത് ഫാമിലിയുടെയും കഥ അത് നമ്മൾ നാടകത്തിൽ പറഞ്ഞു അല്ലേ. നമ്മളതിൽ ലൗഹത്തുൽ ഊല സീൻ 1 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കതബ്ന അൽ മദ തദ്രീബാത്ത് അതൊക്കെ എഴുതി കഴിഞ്ഞു. അൽയൗം നഹ്നു നദുറുസ് അല്ലൗഹത്ത സാനിയ അസാനിയ ഇസ്നാനി സാനിയ 2 അല്ലേ. രണ്ടാമത്തെ ലൗഹ മത ലൗഹ എന്നാൽ സീന്, രണ്ടാമത്തെ സീന് എന്താണ് ഇവിടെ? വഹുനാക സൂറത്തുൻ ലിൽ ബിന അല്ലേ, ഒരു കെട്ടിട നിർമ്മാണത്തിൻ്റെ ചിത്രമാണുള്ളത് അല്ലേ. എന്താ നമുക്കിവിടെ സംഭവിക്കുന്നത് നോക്കാം. ഫി അല്ലൗഹത്തി സാനിയ മദ അലൽ മസ്റഹി ഷാരിഉൻ യദ്ഹബു ഉവൈസ് വഅസ്തിഖാഉഹു ഇലൽ മദ്രസ യഹ്മിലു വാലിദു ഉവൈസ് അൽ അക്കിയാസ സഖീല ബിജാനിബി ഷാരിഅ അല്ലേ. രണ്ടാമത്തെ സീനിൽ അലൽ മസ്റഹ് ഓൺ ദി സ്റ്റേജ് ഷാരിഉൻ. രണ്ടാമത്തെ സീനിൽ ആദ്യം അതിൻ്റെ ഖൽഫിയാത്ത് മഹുൽ ഖൽഫിയാത്ത് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. സ്റ്റേജിൽ ഷാരിആൻ റോഡാണ്. വഹുനാക യദ്ഹബു ഉവൈസ് പോകുന്നു. വഅസ്തിഖാഹു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് അല്ലേ. ഉവൈസ് മാത്രമല്ല അവൻ്റെ ഫ്രണ്ട്സും ഇലൽ മദ്രസ യദ്ഹബു ഇലൽ മദ്രസ സ്കൂളിലേക്ക്. യഹ്മിലു വാലിദു ഉവൈസ് വഹുനാക വാലിദ് ഉവൈസ് ഐലൻ വാലിദ് ഉവൈസ് മാദ യഫ്അൽ യഹ്മിലു വാലിദ് ഉവൈസിൻ്റെ വാപ്പ ചുമക്കാണ്. അൽ അക്കിയാസ് സഖീല അക്കിയാസ് സഞ്ചികൾ സഖീല വെരി ഹെവി എന്താണ് ചാക്കുകൾ അല്ലെങ്കിൽ സഞ്ചികൾ ചുമക്കുകയാണ്. ബിജാനി ബിഷാരി എവിടെയാ? റോഡ് സൈഡ് ചുമക്കുക. അതാണ് രണ്ടാമത്തെ സീനിലെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അന്ന ഉവൈസ് മാദ യഖൂൽ ഉവൈസ് യഖൂൽ വാലി അൻ യദഹു അല റഅസ്. എന്താണ് അവൻ ചെയ്തത്? അവൻ്റെ ആക്ഷൻ എങ്ങനെയാണ്? വാലി അൻ യദഹു അന്നഹു വദഅ യദഹു അല റഅസ്. കൈ എവിടെ വെച്ചിട്ടുണ്ട്? തലയുടെ മുകളിൽ വെച്ചിട്ട് അവൻ എന്താ പറയുന്നത്? മാ അഷദ്ദ ഹാദിഹിൽ ഹറാറ ഔഫ് വാട്ട് എ ഹോട്ട്, എന്ത് ചൂടാണ്. മാ അഷദ്ദ എന്ത് കഠിനമാണ് ചൂട്. വഹുനാക സ്വദീഖുഹു ഫഹീമുണ്ട്. കാല യഖൂൽ ലാ അഖ്ദിർ അലൽ മഷി ലാ അഖ്ദിർ മദ ഐ കാണ്ട് എനിക്ക് കഴിയില്ല അലൽ മഷി ടു വാക്ക് ഐ കാൺ ടു വാക്ക് എനിക്ക് നടക്കാൻ കഴിയില്ല. ബിഷിദ്ദത്തിൽ ആതിഷ് ഷിദ്ദ എന്ന് പറഞ്ഞാൽ കാഠിന്യം, അൽ ആതിഷ് ദാഹം. അപ്പോൾ ദാഹിച്ചിട്ട് എനിക്ക് നടക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. ഹൽ ഇൻദക മാഉൻ ഡു യു ഹാവ് വാട്ടർ, നിൻ്റെ അടുക്കൽ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചു. വഹുനാക സ്വദീഖുഹു ഐലൻ റാഷിദും ഉണ്ട്. തഫദ്ദൽ അൽമാ തഫദ്ദൽ എന്ന് പറഞ്ഞാൽ എന്നാന്ന് പറയില്ല നമ്മൾ. ഈ വാക്ക് നിങ്ങൾ മകൾ പഠിച്ചു വെക്കണം കേട്ടോ. തഫദ്ദൽ എന്ന് പറഞ്ഞാൽ എന്നാന്ന് പറയില്ലേ, അതാണ്. തഫദ്ദൽ അൽ കൽം എന്നാ പേൻ, തഫദ്ദൽ അൽമാ തഫദ്ദൽ അത്ത്വആം എന്നാ ഫുഡ്. അപ്പോൾ എന്താ വെള്ളം. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? യമുദ്ദു ഖാറൂറത്തൽ മാ വെള്ളത്തിൻ്റെ കുപ്പി നീട്ടുകയാണ്. ആർക്ക്? ഇല റാഷിദിന് വെള്ളക്കുപ്പി നീട്ടിക്കൊടുത്തു. ഫഖാൽ ഫഹീം പറഞ്ഞത് ശുക്രൻ അൽഹംദുലില്ലാ താങ്ക് യു, പ്രൈസ് ടു ബി ദ ഗോഡ്, ദൈവത്തിന് സ്തുതി. മുഷീറൻ അങ്ങനെ ആര്? ഫഹീം ചൂണ്ടിക്കാണ്. യാ ഉവൈസ് ഓ ഉവൈസേ ഉൻദുർ ഹുനാ സീദർ അവിടെ നോക്ക്. ഹുനാക വാലിദുക ഹുനാക ദർ ഈസ് അവിടെ നിൻ്റെ വാലിദ് ഹു അബൂക നിൻ്റെ വാപ്പതാ നിൽക്കണു എന്ന് പറഞ്ഞു. ഫഖാല ഉവൈസ് മുതഹയ്യർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിഭ്രാന്തനായി, ആശങ്കയോടെ. എന്താ? സുബ്ഹാനല്ലാഹ് അത്ഭുതകരമായ കാര്യം കാണും. മാതാറ ഞാൻ എന്താണ് ഈ കാണുന്നത്? മാതാ യഅ്മലു വാലിദി ഹുനാക് മാതാ യഅ്മൽ വാട്ട് ഈസ് ഡൂയിങ് മൈ ഫാദർ ദർ അവിടെ എന്താണ് എൻ്റെ വാപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് അന്ന വാലിദുഹു ഹുവ ഹാമിൽ
ഒരു ചുമട് തൊഴിലാളി ആയിരിക്കാം അല്ലേ. ഫക്കാല റാഷിദ് പറഞ്ഞു ഫി സൗത്തിൻ ഖാഫിത്തിൻ. ഖാഫിത്ത് മത ലഈഫ്. ഖാഫിത്ത് എന്ന് പറഞ്ഞാൽ ലഈഫ്, പതിഞ്ഞ കേട്ടോ. പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഉവൈസ് ഹോ യഹ്മിൽ അൽ അസ്ഖാൽ. അദ്ദേഹം യഹ്മിൽ, ഹി ലിഫ്റ്റ്, അദ്ദേഹം എടുക്കണത് എന്താണ്? അൽ അസ്ഖാൽ, വെയിറ്റാണ്. ഫിഷാരി, റോട്ടിലൊരു വെയിറ്റ് എടുത്തുകൊണ്ട് നിൽക്കുവാണെന്ന് പറഞ്ഞു. അങ്ങനെ യൻളുർ ഉവൈസ് ഇലാ വാലിദിഹി ഫഖാനഹു യൻളുർ ഉവൈസ് നോക്കുന്നു. ഇല ഐൻ ഇല വാലിദിഹി, വാപ്പയിലേക്ക് നോക്കും. വഹുവ യഅമൽ, അദ്ദേഹം അൽ അഅമാൽ അഷ്ഷാഖ, നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. വ സാഹിബുൽ മഹൽ, വഹുനാക സാഹിബുൽ മഹൽ, സാഹിബുൽ മഹൽ കടയുടെ തൊഴിലാളി. യഅ്മുറുഹു ബിൽ അമൽ, അപ്പോൾ അദ്ദേഹം കടയിലാണ് ജോലി ചെയ്യുന്നത്. എവിടെയാണ്? യഅ്മുറുഹു ബിൽ അമൽ, ജോലി ചെയ്യാൻ വേണ്ടി അയാൾ കടക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ ഉവൈസ് മുതനഹിദൻ, ദീർഘശ്വാസം വിട്ടിട്ട് പറഞ്ഞു എന്ത്? യാ ഇലാഹി, എൻ്റെ ദൈവമേ, ലാ അസ്തതി, ഐ കാണ്ട് അൻ ഉസദ്ദിഖ മാ അറ, ഞാൻ കണ്ടത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ യദ്ഹബ് ഉവൈസ് ഇലൽ മദ്രസത്തി ഹസീനൻ, അങ്ങനെ ഉവൈസ് യദ്ഹബ് പോകുന്നു. എവിടേക്ക് പോകുന്നു? ഇലൽ മദ്രസ, സ്കൂളിലേക്ക്. ഹസീനൻ, ദുഃഖത്തോടെ സ്കൂളിലേക്ക് അവൻ അങ്ങനെ പോയി. ഓക്കെ. ഇനി ഹുനാക്ക ബഅദുൽ അസ്ഇല, ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. മാതാ റഅ ഉവൈസ് വസ്തിഖാഹു ഫിഷാരി, ഉവൈസും കൂട്ടുകാരും റോട്ടിൽ എന്താണ് കണ്ടത്? മാതാ റഅ, ആരെ കണ്ടത്? റഅ. അപ്പം നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? ചോദ്യത്തിന് ഉത്തരം എടുക്കാം നമുക്ക്. റഅ ഉവൈസ് വസ്തിഖാഹു ഫിഷാരി, റോട്ടിൽ ആരെയാണ് കണ്ടത്? അല്ലേ? വാലിദഹു, അല്ലേ? ഇവിടെ ഉണ്ടോ? വാലിദഹു യഅമൽ, അല്ലേ? അല്ലെങ്കിൽ യഹ്മിൽ അൽ അസ്ഖാൽ ഫിഷാരി. എങ്ങനെയാണ് എഴുതാം? റഅ ഉവൈസ് വസ്തിഖാഹു ഫിഷാരി വാലിദഹു എന്ന് എടുക്കുക അതിന് മുമ്പിൽ. യഹ്മിലു അസ്ഖാല ഫിഷാരി എന്നെഴുതാം. ഇനി ലിമ സാറ ഉവൈസ് ഹസീനൻ, എന്തുകൊണ്ടാണ് ഉവൈസ് ദുഃഖിതനായത്? എന്താണ്? അതുകൊണ്ടാണ് സാറ ഉവൈസ് ഹസീനൻ ലിഅന്ന വാലിദുഹു യഅമലുൽ അഅമാല അഷ്ഷാഖ. സാറ ഉവൈസ് ഹസീനൻ ലിഅന്ന വാലിദഹു യഅമൽ അൽ അഅമാല അഷ്ഷാഖ, നല്ല കഠിനമായ ജോലികൾ ചെയ്യുന്നതുകൊണ്ടാണ് അവന് വിഷമമുണ്ടായത്, അല്ലേ? അങ്ങനെ എഴുതാം. ഇനി ഇവിടെ കുറച്ച് വാചകങ്ങൾ നോക്കൂ. ദറാജ, മാഹിയ ദറാജ. ദറാജ സൈക്കിൾ, അല്ലേ? സൈക്കിൾ എന്ന് പറഞ്ഞ ഒരു സെൻറ്റൻസ് ആണോ? അല്ല. ജദീദത്തുൻ, എന്താണ് ജദീദത്തുൻ? ന്യൂ എന്നർത്ഥം, ന്യൂ, അല്ലേ? അപ്പം ന്യൂ സൈക്കിൾ. ദറാജ എന്ന വാക്കിൻ്റെ ഒരു ഗുണമാണെന്ത്? ജദീദ എന്ന് പറയുന്നത്. എന്താണ്? ജദീദ. അപ്പോൾ ഈ ഗുണത്തിന് നമ്മൾ അറബി ഭാഷയിൽ നഅത്ത് എന്ന് പറയും. എന്താണ് മക്കളെ? നഅത്ത്. ഈ ഗുണം കിട്ടിയത് ആർക്കാണ്? പുതിയത് എന്ന ഗുണം കിട്ടിയത് സൈക്കിളിനാണ്. അപ്പോൾ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനൊരു ഒരു വീഡിയോ കാണിച്ചു തരാം, അപ്പോൾ ശ്രദ്ധിക്കുക. അന്നഅത്തു വൽ മൻഊത്ത്. കേൾക്കാട്ടോ. هو عبارة عن صفة تأتي في الجملة من أجل بيان صفة ما، مثل رأيت بيتا جميلا، فالنعت في المثال السابق هو جميلا. ഇതിലെ ന്യായത്ത് ഏതാന്നാ പറയുന്നത്? ജമീലൻ. ഇപ്പം റഅയ്തു, ഞാൻ കണ്ടു, ബൈത്തൻ, വീട്. ആ വീടിൻ്റെ ഗുണം എന്താണ്? ജമീലൻ, വളരെ ഭംഗിയുള്ളതാണ്. കേട്ടോ. അപ്പോൾ ഇവിടെ ബൈത്ത് എന്നതാണ് മൻഊത്ത്, ഇതിനെ ന്യായത്ത് എന്ന് പറയും. മനസ്സിലായോ? അന്നഅത്തു വൽ മൻഊത്ത്. നമ്മളൊരു ഗുണം, ഇപ്പം ഈ വീടല്ലേ, ഈ വീടിന് കിട്ടിയ ഗുണമാണെന്ത്? ജമീൽ. അപ്പോൾ വീടുള്ള പോലെ തന്നെ അതിൻ്റെ ഗുണം ഉണ്ടാവും. അതുകൊണ്ട് ബൈത്തൻ എന്നെഴുതിയ ജമീലൻ എന്നെഴുതണം. ഇനി ഇവിടെ നോക്കൂ, നിങ്ങളുടെ ബുക്കിൽ ദറാജത്തുൻ ഉള്ളത്, അതുകൊണ്ട് ഇവിടെ ജദീദത്തുൻ, ഇവിടെ താവന്നു, അതിന് തുൻ എന്ന് കൊടുക്കുകയും ചെയ്തു. ഇവിടെയും ലമ്മ തൻവീന്, ഇവിടെയും ലമ്മ തൻവീന്. ഇനി ഇത് നോക്കൂ, ഹിദാ,
എന്താ ഷൂ അല്ലേ? ഷൂ ഒരു മുദക്കറായ വാക്കാണ്, ഒരു ബോയായ വാക്കാണ്. അതുകൊണ്ട് ജദീദത്തുന്ന് പറയാതെ ജദീദെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മോന്നസായ ഇത് മോന്നസാവും. ഇവിടെ തന്നെ പറഞ്ഞു ഉൽബത്തുൻ, ഉൽബത്തും മോന്നസാണ്. അപ്പോൾ അതുകൊണ്ട് കബീറത്തുൻ, കബീർ എന്ന് പറയില്ല. മൈദാൻ എന്താണ്? ഗ്രൗണ്ട്. വാസിയുൻ, വാസിയത്ത് എന്ന് പറയില്ല കേട്ടോ. മൈദാൻ മുദക്കറായ വാക്കാണ്. മദ്രസത്തുൻ, സ്കൂൾ, ജമീല ഭംഗിയുള്ള. ബൈത്ത് വീട്, ഖദീം പഴയ വീട്. ഷജറത്തുൻ മരം, തൊവീല നീളമുള്ള മരം. ബുസ്താന് എന്താണ്? ബുസ്താൻ തോട്ടം. റായ മനോഹരമായ. അപ്പോൾ ഇതിലെ ഈ ജദീദത്തുൻ, കബീറത്തുൻ, ജമീലത്തുൻ, തൊവീലത്തുൻ, ജദീദുൻ, വാസിഉൻ, ഖദീമുൻ, റായുൻ ഇതൊക്കെ നാഴത്താണ്. എന്താണ് മക്കളെ? നാഴത്ത്. ഏതാണ് നാഴത്ത്? നാഴത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? എങ്ങനെ എഴുതുക? നാഴത്ത്, നാഴത്ത് കേട്ടോ. അപ്പോൾ രണ്ടാമത് വരുന്ന സെൻറ്റൻസിനെ നാഴത്ത് എന്ന് പറയും. അതിന് മുമ്പുള്ളത് മനഊത്ത്, മനഊത്ത്. ദറാജത്തുൻ, ഉൽബത്തുൻ, മദ്രസത്തുൻ, ഷജറത്തുൻ, ഹിദാഉൻ, മൈദാനുൻ, ബൈത്തുൻ, ബുസ്താൻ ഇതൊക്കെ എന്താണ്? മനഊത്താണ്. എന്താണ്? മനഊത്ത്. പരീക്ഷയ്ക്ക് നാഴത്ത് മനഊത്ത് ചേർക്കാനുണ്ടാവും കേട്ടോ, ഓർക്കുക. അപ്പോൾ അതാണ് അതിൽ പഠിക്കേണ്ടത്. ഇനി ഇവിടെ നോക്കൂ ഒരു ആക്ടിവിറ്റി. നുക്മിലുൽ ഫിഖറത ബിസ്തിഅമാലിൽ കലിമാത്തി താലിയ. പാരഗ്രാഫ് ഇവിടെ അനുയോജ്യമായ നാഴത്തും അല്ലെങ്കിൽ മനോഴത്ത് വെച്ച് പൂരിപ്പിക്കാനാണ് ഇവിടെ പറയുന്നത്. ഫൗവലൻ ജദീദൻ അല്ലേ? ജദീദിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഫതഹ് തൻവീൻ ആണെങ്കിൽ ഇതിവിടെ ഫതഹ് തൻവീൻ. ഇവിടെ ഈ നമ്മുടെ ഈ ആദ്യത്തെ മനോഴത്തിന് എന്ത് ഹറക്കത്താണോ ഉള്ളത് അതൊക്കെ നാഴത്തിനും കൊടുക്കണം. ഇവിടെ ദറാജ താനി എന്നാണെന്ന് വെക്കി, അപ്പോൾ ജദീദ താനി എന്ന് വരും. ഇവിടെ ഹിദാ ആനി എന്നാണെങ്കിൽ ഹിദാ ആനി ജദീദാനി എന്ന് വരും കേട്ടോ. അതുപോലെ അത് മനസ്സിലാക്കിയിരിക്കണം മക്കൾ. യസ്കുന് യൂസഫ്, യൂസഫ് താമസിക്കുന്നു മാ ഉസ്രത്തിഹി അവൻ്റെ കുടുംബത്തോടൊപ്പം. ഇവിടെ ഫി ഖറിയത്തിൻ ഒരു ഗ്രാമത്തിൽ. അപ്പോൾ ഖറിയത്തിൻ എന്ന് വന്നതുകൊണ്ട് സഗീറത്തിൻ കണ്ടോ, ഞാഴത്ത് അതുപോലെ തന്നെ വന്നു. ഹുവ മുസാരിഉൻ അദ്ദേഹം ഒരു കൃഷിക്കാരനാണ് അല്ലേ? എങ്ങനെയുള്ളതാണ്? അധ്വാനിക്കുന്ന. ഇപ്പോൾ ഇതിലേതാ വരിക അല്ലേ? ജദീദൻ എന്ന് പറഞ്ഞാൽ പുതിയത്, മുജിദ് അധ്വാനിക്കുന്നവൻ, ഷാദിയത്ത് എന്ന് പറഞ്ഞാൽ പാടുന്ന, വാസിഉൻ വിശാലമായ, ആത്തിറത്തുൻ മണമുള്ള. ഇവിടെ ഏതാ വരിക? മുജിദ്ദുൻ മുസാരിഉൻ. ഇവിടെ ഇതിനും ലമ്മു തൻവീൻ ഉണ്ടെങ്കിലും ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? മുജിദ്ദുൻ എന്നതാണ്. അടുത്തതോ ഫിൽ ഖറിയത്തി ഗ്രാമത്തിലുണ്ട്, ബുസ്താനുൻ വിശാലമായ തോട്ടം അല്ലേ? അപ്പോൾ വാസിഉൻ ചേർക്കാം. പിന്നെ അടുത്തതോ ഫീഹി അവിടെ എന്തുണ്ട്? പൂക്കൾ. പൂക്കൾ എങ്ങനെയുള്ളതാ? നല്ല പൂക്കൾ, മണമുള്ള പൂക്കൾ അല്ലേ? മണമുള്ള എന്ന് പറയാൻ ഇവിടെ അസ്ഹാറിൻ എന്ന വാക്കെന്താ? ഒരു മോന്നസാണ് കേട്ടോ. അതിന് മോന്നസിൻ്റെ അടയാളം ഇല്ലെങ്കിലും ജം ഒക്കെ മോന്നസാണ്. അതുകൊണ്ടാണ് ഇവിടെ ഷാദിയത്ത് എന്ന് വന്നത് കേട്ടോ. അപ്പം എന്തെങ്കിലും ഇതിൽ തായില്ലല്ലോ എന്ന് ചോദിക്കരുത്. പിന്നെ തുയൂർ പക്ഷികളും അതുപോലെ ജമ്മാണ്. അതുകൊണ്ട് അല്ല ഷാദിയത്ത് എന്നല്ല കേട്ടോ മക്കളെ, ആത്തിറത്ത്, അസ്ഹാറിന് ആത്തിറ. പിന്നെ തുയൂർ പക്ഷികൾ, ഷാദിയത്തിൻ പാടുന്ന പക്ഷികൾ കേട്ടോ. ഇനി അലൽ അസ്ഹാരി പൂക്കളിൽ ഫറാഷാത്തുൻ എന്തുണ്ട്? പൂമ്പാറ്റകൾ, മുലവ്വനൻ നിറമുള്ള പൂമ്പാറ്റകൾ. ബനാ യൂസഫ് യൂസഫ് പണിതു ബൈത്തൻ പുതിയ വീട് അല്ലേ? അപ്പം ജദീദൻ എന്ന് കൊടുക്കാം. ബിജാനിബുൽ ബുസ്താൻ തോട്ടത്തിൻ്റെ അരികെ ഒരു വീട് പണിതു എന്നാണ്. ഓക്കെ. ഇനി നമുക്ക് നഹ്നു നദ്ഖുലിൽ അല്ലൗഹത്തു സാലിസ. ലൗഹത്തു സാലിസ മൂന്നാമത്തെ സീന്. വഹുനാക വാലിദു ഉവൈസ് ഉവൈസ് ഉമ്മു ഉവൈസ്. എന്താണ് സംഭവിച്ചു നോക്കാം. അലൽ മസ്രഹി സ്റ്റേജിൽ ബൈത്തു ഉവൈസ് ഉവൈസിൻ്റെ വീടാണ്. തജ്ലിസു വാലിദത്തഹു ഫി വാജിഹത്തിൽ ബൈറ്റ്സ്. അപ്പോൾ ആരാണ്? അവൻ്റെ വാലിദത്ത് എവിടെ ഇരിക്കുന്നുണ്ട്? ഫി വാജിഹത്തിൽ ബൈത്ത് വീടിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഫഖാല ഉവൈസ് ഉവൈസ് എന്ത്? ഉവൈസ് വരികയാണ്. യദ്ഖുലുൽ മസ്ര സ്റ്റേജിലേക്ക് വന്നു. അസ്സലാമു അലൈക്കും. ഫഖാല സനീറ മുതഹയ്യറതൻ വഹസീന പേടിച്ച് ദുഃഖത്തോടെ. വഅലൈക്കും അസ്സലാം.
മാതാ സാബക്, വാട്ട് ഹാപ്പൻ ടു യു, എന്ത് പറ്റി മോനെ, അൻത ഹസീനുൻ അൽയൗം, ഇന്ന് നീ വളരെ ദുഃഖിതനാണല്ലോ. ഫഖാല ഉവൈസ്, ഉവൈസ് പറഞ്ഞു തബഅൻ, എക്സാക്ട്ലി. ഉമ്മ, ഐന ബാബ, മദർ വേർ ഈസ് മൈ ഡാഡി, എൻ്റെ അച്ഛൻ എവിടെയോ വാപ്പ എവിടെയെന്ന് ചോദിച്ചു. ഫഖാല മഹ്മൂദ് യഖ്റുജ് മിൻ ദാഹിലിൽ ബൈത്ത്, അദ്ദേഹം വീടിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നു. അന ഹുനാ യാ ബുനയ്യ, ഐ ആം ഹിയർ ഓ മൈ കിഡ്, ഐ ആം ഹിയർ, ഞാനിവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഉവൈസ് എന്ത് ചെയ്തു, യുസ്രിഉ ഇലൈഹി, അപ്പൻ്റെ അടുത്തേക്ക് പോയിട്ട് യു ആനിക്കുഹു, അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് അന ആസിഫ്, ഐ ആം സോറി യാ ബി, പാപ്പ ഐ ആം സോറി, എനിക്ക് മനസ്സിലായി എന്നല്ലേ. ലാ അബ്ഗി, ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് വേണ്ട. ദറാജ ജദീദ, ദറാജ മത സൈക്കിൾ, ജദീദ ന്യൂ സൈക്കിളൊന്നും എനിക്ക് വേണ്ട കേട്ടോ. എന്താണ്, ലിഅന്നഹു ഫഹിമ ഖീമത്തൽ മാൽ, അല്ലേ, എന്താണ് അതിൻ്റെ ഖീമത്തൽ മാലിൻ്റെ, അതായത് പൈസയുടെ ആ മൂല്യം അവൻ മനസ്സിലാക്കിയില്ലേ, അതുകൊണ്ടാവൻ വേണ്ടെന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്, തസീലു ദുമൂ, കണ്ണുനീരൊഴുകുന്നു, മിന്ന ഐനേഹി, കണ്ണിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. മഹ്മൂദ് മുതഹയ്യറൻ, പേടിച്ചിട്ട് മാതാ അസാബക യാ ബുനയ്യ, വാട്ട് ഹാപ്പൻ ടു യു, ലിമ തബിക്കി, വൈ ഡു യു ക്രൈ, എന്തിനാ നീ കരയുന്നത്. ഉവൈസ് പറഞ്ഞു കം തഅബു, താങ്കൾ എത്ര ബുദ്ധിമുട്ടുന്നു, ലി അജലിനായ ബാബ, ഞങ്ങൾക്ക് വേണ്ടി എന്തോരം ബുദ്ധിമുട്ടാണ് താങ്കൾ എടുക്കുന്നത്. റഅയ്തുകൽ യൗമ തഅമൽ ഫിൽ മഹൽ, റഅയ്തുക, ഞാൻ കണ്ടു, ഇന്ന് താങ്കളെ കണ്ടു, തഅമൽ ജോലി ചെയ്യുന്നു, ഫിൽ മഹൽ കടയിൽ, അമലൻ ഷാഖ, കടുത്ത ജോലി, വളരെ ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടു വാപ്പ. ഫഖാല മഹ്മൂദ് ലാ ബഅസ യാ ബുന, ഡോണ്ട് വറി മൈ കിഡ്, അതൊന്നും സാരമില്ല. ഹക്കഥ യക്സിബുന്നാസു അൽമാൽ, ഹക്കഥ ഇങ്ങനെയാണ്, യക്സിബു നേടുന്നത്, അന്നാസ് ജനങ്ങൾ, അൽമാൽ ഇങ്ങനെയാണ് പൈസ നേടുന്നത് എന്ന് അവന് എന്താണ്, എന്ന് ജനങ്ങൾ പൈസ സമ്പാദിക്കുന്നത് എന്നവൻ പറഞ്ഞു കൊടുത്തു. ഉവൈസ് ആസിഫിയ ബാബ, ഐ ആം വെരി സോറി. ഫഹിംതുൽ ആൻ, ഞാൻ മനസ്സിലാക്കി, ഖീമത്തൽ മാൽ, പൈസയുടെ മൂല്യം എനിക്കിപ്പോൾ മനസ്സിലായി. വ അലിംതുൽ മഷക്ക, ഞാൻ റിയലൈസ്ഡ്, ഞാനും മനസ്സിലാക്കി, അൽ മഷക്കത്ത വൽ ജുഹൂദ ലി കസ്ബിഹി, എന്ത്, വ അലിംതു, ഞാൻ മനസ്സിലാക്കി, അൽ മഷക്കത്ത് ബുദ്ധിമുട്ടും, വൽ ജുഹൂദ് അധ്വാനവും, ലി കസ്ബിഹി പൈസ നേടുന്നതിൻ്റെ അധ്വാനവും ബുദ്ധിമുട്ടും എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ സനീറ യുആനിക്കുൽ ഇബ്ന ബിലുത്ഫിൻ വ ഹനാൻ, തുആനിക് കെട്ടിപ്പിടിച്ചു, അൽ ഇബ്ന മകനെ, ബിലുത്ഫിൻ എന്താണ് സോഫ്റ്റായി, വ ഹനാൻ സ്നേഹത്തോടെ നൈർമല്യത്തോടെ കെട്ടിപ്പിടിച്ചു. നഹ്നു നഫ്തഖിർ ബിക്, ഐ പ്രൗഡ് ഓഫ് യു യാ ബുനയ്യ, വി പ്രൗഡ് ഓഫ് യു, ഞങ്ങൾക്ക് നിന്നെ കൊടുത്ത അഭിമാനം തോന്നുന്നു. അല്ലാഹു യുബാരിക് ഫീഖ്, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലാക്കി, അവരെ കെട്ടിപ്പിടിച്ച് നമ്മുടെ നാടകം അവസാനിച്ചു. സിതാർ കർട്ടൻ വീണു. ഇവിടെ മനസ്സിലായില്ലേ, ഫഹാദിഹി മസ്റഹിയത്തുൻ ജമീല, നല്ലൊരു കഥയല്ലേ. ഫഹുനാക ബഅദുൽ അസ്ഇലത്തി ഐലൻ നഖറഉ നസ്സ വ നുജീബു അനിൽ അസ്ഇല, നസ്സ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. കൈഫ ഫഹിമ ഉവൈസ് ഖീമത്തൽ മാൽ, എങ്ങനെയാണ് ഉവൈസ് എന്താണ് പൈസയുടെ മൂല്യം മനസ്സിലാക്കിയത്, എങ്ങനെ മനസ്സിലാക്കിയത്, എങ്ങനെ നമുക്ക് ഏതല്ലേ, റഅ ഉവൈസ്, ഉവൈസ് കണ്ടു, വാലിദഹു വാപ്പയെ, യഅമൽ ഫിൽ മഹൽ അവിടെ ജോലി എടുക്കുന്നതായിട്ട് കണ്ടു അല്ലേ. കണ്ടപ്പോൾ അവനെന്ത് മനസ്സിലായി, ഫഅലിമ അല്ലേ, ഫഅലിമ അൽ മഷഖത്ത വൽ ജുഹൂദ ലി കസ്ബിൽ മാൽ, അങ്ങനെ എഴുതാം നമുക്ക്. എങ്ങനെ എഴുതാം, റഅ ഉവൈസ് വാലിദഹു യഅമൽ ഫിൽ മഹൽ ഫഅലിമ അൽ മഷഖത്ത വൽ ജുഹൂദ ലി കസ്ബിൽ മാൽ എന്നെഴുതാം. പിന്നെ ലിമ ലം യബ്ഗി ഉവൈസ് ദറാജ, എന്തുകൊണ്ടാണ് ഉവൈസിന് സൈക്കിള് വേണ്ടാത്തത് എന്ന് പറയാൻ കാരണം എന്താണ്, അതിനുത്തരം എന്താണ് അല്ലേ,
അന്നഹു ആലിമ അൽ മഷക്കത്ത വൽ ജുഹൂദ ലിക്കസ്ബിൽ മാൽ. അത് വീണ്ടും അതിനെ എഴുതാം. ഫഖാല ലാ അബ്ഗി ദറാജത്തൻ ജദീദ എന്ന് പറയാം. എങ്ങനെ പറയാം? ആലിമ അൽ മഷക്കത്ത വൽ ജുഹൂദ ലിക്കസ്ബിൽ മാൽ ഫഖാല ലാ അബ്ഗി ദറാജത്തൻ ജദീദ. അതുകൊണ്ട് എനിക്ക് പുതിയ സൈക്കിൾ വേണ്ട എന്നവൻ പറഞ്ഞു എന്ന് എഴുതാം നമുക്ക്. നഖ്റഉൽ മസ്റഹിയ വ നുഅബ്ബിർ. കവിത നാടകം വായിച്ചിട്ട് എഴുതാൻ. അയ്യു ഷഖ്സിയത്തിൻ തുഹിബൂന അക്സർ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാ? ലിമ എന്തുകൊണ്ട്? നുനാഖിഷ് ചർച്ച ചെയ്യാം. എന്തുകൊണ്ട്? ഏതാണ്? ഓരോരുത്തർക്കും ഓരോന്നുണ്ടാവും അല്ലേ? ചിലർക്ക് വാലിദ് ഉണ്ടാവും. ഉഹിബു അൽ വാലിദ എന്ന് എഴുതണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉവൈസിനാണെങ്കിൽ ഉഹിബു ഉവൈസ്. കാരണം എന്തെഴുതും? ഉഹിബുൽ വാലിദ എന്ന് പറഞ്ഞാൽ എന്തെഴുതണം? ഉഹിബുൽ വാലിദ ലി അന്നഹു ആമിലുൻ മുജ്തഹിദുൻ ആമിലുൻ മുജിദ്ദുൻ. അദ്ദേഹം ഒരു അധ്വാനിക്കുന്ന ഒരു ജോലിക്കാരനാണ്. ഇനി ഉഹിബു ഉവൈസ് എന്നാണെങ്കിൽ ഉഹിബു ഉവൈസ് ലി അന്നഹു ഫഹിമ എന്താണ്? മഷക്കത്ത അല്ലെങ്കിൽ ജുഹുദ വാലിദിഹി. വാപ്പയുടെ അധ്വാനത്തെ അവൻ മനസ്സിലാക്കി. ഓക്കെ. ഇനി ഇവിടെ എന്താണ്? നുമസ്സിൽ അദ്വാർ ഹസബൽ മുക്കാലമത്ത് ഫിൽ മസ്റഹിയ. ഇത് നിങ്ങൾ അഭിനയിച്ച് കാണിക്കാനാണ് ചില റോളുകൾ. ഉവൈസ് പറഞ്ഞു ആസിഫിയ ബാബ, സോറി ബാപ്പ, വഹിംതുൽ ആന ഖീമത്ത് മാൽ. ഇപ്പോഴാണ് എനിക്ക് പൈസയുടെ മൂല്യം മനസ്സിലായത്. വാലിംതുൽ മഷക്കത്ത വൽ ജുഹൂദലി കസ്ബിഹി. അത് നേടാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. അതുപോലെ മഹ്മൂദിൻ്റെ മുതഹയ്യറും പേടിച്ചിട്ട് പറയുന്നുണ്ട് മാതാ അസാബക്കയ്യ ബുനയ്യ ലിമ തബ്കി. എന്ത് പറ്റി മോനെ, എന്തിനാ നീ കരയുന്നത്? അതിങ്ങനെ അഭിനയിച്ച് കാണിക്കണം. അതുപോലെ സനീറ തുആനിക്കുൽ ഇബ്ന ബിലുത്ഫിൻ വഹനാൻ. സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നു. നഹ്നു നഫ്തഖ്റു ബിക യാ ബുനയ്യ. ഞാൻ നിങ്ങളോട് അഭിമാനം കൊള്ളുന്നു. അല്ലാഹു യുബാരിക് ഫീഖ്. നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന കാര്യവും അഭിനയിച്ച് കാണിക്കുക. അപ്പോൾ അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് തീരാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.